Welcome to Isha's Kitchen. നമുക്ക് കുറച്ച് ഉഴുന്നും അരിപ്പൊടിയും ചോറുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ദോശമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായി കഴുകി ഒരു 4 മണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കാം. നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്നിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പോൾ ഉഴുന്നും ഉലുവയൊക്കെ നന്നായി കുതിർന്ന് നമുക്ക് അരയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് ചോറും 2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വറുത്ത അരിപ്പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോറിലേക്ക് അരിപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ അരച്ചെടുക്കാൻ ഇങ്ങനെയാകുമ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ചോറും അരിപ്പൊടിയും ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ദോശമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മൾ ആ ഉഴുന്ന് അരയ്ക്കുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് അധികം വരുന്നുള്ളൂ. മറ്റേത് ചോറും അരിപ്പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നെല്ലാം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ ഉഴുന്നൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോറും അരിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാം. ഞാൻ അതിൽ നിന്ന് പകുതി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായി പേസ്റ്റ് പോലെ അരയണ്ട കേട്ടോ. ചോറൊന്ന് ജസ്റ്റ് അരഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ നന്നാവുള്ളൂ. അപ്പം നമ്മൾ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മാവ് കൂടുതലായിട്ട് പൊന്തി വരാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അരച്ചെടുത്ത മാവ് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും അടച്ചു വെക്കാം. ഇപ്പം 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. മാവിന് ഈ ഒരു കട്ടിയാണ് നമുക്ക് ഇഡ്ഡലി ചുടാനായിട്ട് വേണ്ടത്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ടിൽ നല്ലെണ്ണ ഒഴിച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
20 മിനിറ്റൊക്കെ മതിയിട്ട് നമുക്ക് ഇഡ്ഡലി വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ മാവിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ദോശയും ചുട്ടെടുക്കാം. പിന്നെ നമുക്ക് ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പം അതിന് വേണ്ടി ഇവിടെ ഞാൻ ദോശച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്കൊന്ന് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ തൊപ്പി ദോശയാണ് ഉണ്ടാക്കുന്നത്. തൊപ്പി ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് ഒഴിച്ചൊന്ന് പരത്തിയതിന് ശേഷം അധികം മൊരിയുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒരു വരട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ദോശ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ആ ഭാഗം നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. ദോശയൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ അടർത്തിയതിന് ശേഷം അങ്ങനെ കോൺ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.